ഈശോ നമ്മളെ ഓരോരുത്തരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വിളിച്ചതിനായിട്ട്, ഈ വചനത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചതിനായിട്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. തിരുവചനത്തിലെ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിലെ 130 സങ്കീർത്തനത്തിലെ 5ഉം 6ഉം തിരുവചനങ്ങൾ വായിക്കാം നമുക്ക്. എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ജന്മത്തിരുന്നാളാണ്. അപ്പോൾ നമുക്ക് കർത്താവിനെ കാത്തിരിക്കുന്ന ആ വലിയ മനസ്സിലേക്ക്, അല്ലെങ്കിൽ വലിയ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ ഒരുക്കാം. നമുക്ക് താപസ പിതാക്കന്മാരുടെ കഥകളും ഉപദേശങ്ങളും അടങ്ങിയ ഫിലോക്കാലി എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ അന്തോനീസുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഒരിക്കൽ മരുഭൂമിയിൽ വസിച്ചിരുന്ന വിശുദ്ധ അന്തോനീസിനെ കാണുവാൻ 2 സഹോദരന്മാരെ യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 2 സഹോദരന്മാരിൽ ഒരാൾക്കിടെ ഒത്തിരി ദാഹിച്ചു. കയ്യിലെ വെള്ളം തീർന്നു. പൊരിവെയിൽ ദാഹിച്ചു തളർന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ അവരിൽ മൂത്തവൻ, അല്ലെങ്കിൽ പ്രായമുള്ള ആള്, വഴിയിൽ തളർന്നു വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ തളർന്നു വീണു. മറ്റവൻ അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് എഴുന്നേൽപ്പിക്കാൻ സാധ്യത, അവൻ അവിടെ വഴിയിൽ തളർന്നു വീണു മരിച്ചു. അപരനും മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതെ വഴിയിൽ കുഴഞ്ഞു വീണു. ഇനിയും കുറെ ദൂരം കൂടി യാത്ര ചെയ്താലേ വിശുദ്ധ അന്തോനീസ് താമസിക്കുന്ന മലമുകളിൽ എത്താൻ കഴിയൂ. ഈ സമയത്ത് പ്രാർത്ഥനാ നിരതനായിരുന്ന വിശുദ്ധ അന്തോനീസിന് ഈ യാത്രയെ കുറിച്ചിട്ട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ഉടനെ 2 ശിഷ്യന്മാരെ വിളിച്ച് പ്രകാരം പറഞ്ഞു: വേഗം ഒരു കുട വെള്ളം എടുത്തുകൊണ്ട് ഈജിപ്തിലേക്കുള്ള വഴിയെ ഓടിച്ചെല്ലുക. ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ട 2 പേരിൽ ഒരാളും വെള്ളം കിട്ടാതെ ഇപ്പോഴും മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ വേഗം ചെന്നില്ലെങ്കിൽ 2ാമത്തെ ആളും മരിച്ചു പോയിരിക്കും. ശിഷ്യന്മാർ വെള്ളമായി ഓടി. കുറെ ദൂരം ചെന്നപ്പോൾ ഗുരു പറഞ്ഞതുപോലെ 2 യാത്രക്കാരെയും അവർ കണ്ടുമുട്ടി. ഒരാൾ മരിച്ചു കിടക്കുന്നു, മറ്റേയാൾ വെള്ളം കിട്ടാതെ മരണാസന്നനായിരിക്കുന്നു. താപസ ശിഷ്യന്മാർ ആദ്യമത്തെ ആളുടെ മൃതശരീരം കുഴിച്ചിടുകയും 2ാമത്തെ ആളെ വെള്ളം കൊടുത്ത് താങ്ങിപ്പിടിച്ച് ആശ്രമത്തിൽ എത്തിക്കുകയും ചെയ്തു. ഫിലോക്കാലിയുടെ കർത്താവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് വിശുദ്ധൻ നേരത്തെ ഒരാൾ മരിക്കും മുമ്പേ ആളെ അയക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് അനുചിതമായ ഒരു ചോദ്യമാണ്. പ്രിയമുള്ളവര്, മൂത്ത സഹോദരനെ മരിക്കൽ വിട്ട ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ്. ദൈവൻ മൂത്തവന് ഒരു വിധി നിശ്ചയിച്ചു. 2ാമത്തേനെ കുറിച്ച് വിശുദ്ധന് വെളിപ്പാടും കൊടുത്തു. പ്രിയമുള്ളവർ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനാൽ ദൈവത്തിന്റെ തിരുമനസ്സിനെ അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമമായ കർത്തവ്യം. എന്തുകൊണ്ട് എന്ന ചോദ്യമായി അലയുന്നതിനേക്കാൾ പ്രയോജനകരം മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും വഴി കണ്ടെത്താൻ കഴിയുന്ന മുമ്പ് അപ്പുറത്തമാണ്, അല്ലെങ്കിൽ അതിന് അതീതമാണ് ദൈവത്തിന്റെ ജ്ഞാനം. നമുക്ക് ആ ജ്ഞാനത്തെ അംഗീകരിക്കാം. നഷ്ടബോധങ്ങളും നിരാശയും എല്ലാം നീക്കിക്കളയാനുള്ള എളുപ്പ വഴി ദൈവത്തിരുമനസ്സിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ദൈവഹിതത്തെ സ്വീകരിച്ച്, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ മനസ്സമാധാനത്തിലെ എളുപ്പ വഴിയോ അത് തന്നെയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ദൈവത്തിരുമനസ്സിനെ സ്വീകരിച്ചവർക്ക് വിശ്വാസയാത്രയിൽ കാലിടറാതെ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ആ സത്യം മനസ്സിലാക്കുക. ദൈവ തിരുമനസ്സിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. ഒരു ശിശുവായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചവനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക. നീ തന്നെയാണ് എൻ്റെ ദൈവം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ തിരുമനസ്സിനെ അതേ രീതിയിൽ ഉൾക്കൊണ്ട് അവൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മുടെ എല്ലാ ബുദ്ധിയേക്കാളും ജ്ഞാനത്തെയും അതീതമാണ് ദൈവ തിരുമനസ്സിന്റെ ഹിതം എന്നുള്ളത് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ ഉണ്ടായിക്കൊള്ളും. അതുകൊണ്ട് ദൈവത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങാണ് സകലത്തിൻ്റെയും നാഥനും കർത്താവുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് ചെയ്യുന്നതെല്ലാം നീതിയുക്തമാണ്. അങ്ങയുടെ ജ്ഞാനം മഹോന്നതമാണ്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
അവിടുന്ന് അനുവദിക്കുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്നതും ഞങ്ങളിതാ അംഗീകരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.